തീയില്ലാതെ തീ പിടിപ്പിക്കാനും തിളച്ച എണ്ണയിൽ കൈ പൊള്ളാതെ കൈ മുക്കാനൊക്കെ പറ്റുമോ? നമുക്ക് ആർക്കും എന്തായാലും പറ്റില്ല. എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ടാലോ? ഒരു വൈറൽ വീഡിയോയിലേക്ക് പോവാം. എന്താ കാണിക്കാൻ പോകുന്ന മാജിക് എന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് വിറകിന്റെ കഷ്ണങ്ങൾ ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ വിറകിന്റെ കഷ്ണം ഞാനൊന്ന് കത്തിക്കാൻ പോവാ. സാധാരണഗതിയിൽ ഇത് നിങ്ങൾക്കെല്ലാം കത്തുപിടിപ്പിക്കാൻ തീപ്പെട്ടി വേണം, മണ്ണെണ്ണ വേണം, ഗ്യാസ് ലൈറ്റർ വേണം, തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഉപകരണമാണല്ലേ. ഞാനിവിടെ വെച്ച് കാണിക്കാൻ പോകുന്ന മാജിക് എന്ന് പറഞ്ഞാൽ രണ്ട് മാജിക്കാ. ഒന്ന്, ഇത് കത്തിക്കാൻ തീപ്പെട്ടി വേണ്ട, മണ്ണെണ്ണ വേണ്ട, ഗ്യാസ് ലൈറ്റർ വേണ്ട, തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നില്ല. രണ്ട്, തിളച്ചു മറിയുന്ന എണ്ണ നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ മുക്കിയെടുക്കാം. ഫെവിക്കോള് നമ്മുടെ കയ്യിൽ എങ്ങനെ ഒട്ടിപ്പിടിക്കുക, അതേപോലെ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും, പക്ഷെ കൈ പൊള്ളൂല. കാണല്ലേ, രസമായിട്ട് കാണാം. അതാ പറഞ്ഞത്, കാണാത്ത കാഴ്ചകളൊക്കെയും കാണേണ്ടതാ. അപ്പൊ നമുക്ക് ഈ വിറകിന്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഈ ചട്ടിയിലേക്ക് നമ്മൾ വീണ്ടും അടുക്കി വെക്കാം. ഇതൊന്ന് പൊട്ടിച്ചു കിട്ടണം, അതിന് കത്തി കാണുന്നില്ല. ഒരു പ്രാവശ്യം ആവി പിടിച്ചോ 15 വർഷക്കാലം വാദം കോപിക്കലത്ര വാദ അന്തകന ദേവതാരം. എന്റെ മുമ്പിൽ വരുന്ന ആർക്കെങ്കിലും മൂക്കടപ്പ് ജലദോഷമുണ്ടോ? അത് താൽക്കാലികമായ ആശ്വാസമല്ല, എന്നേക്കുമായിട്ട് ആ മൂക്കടപ്പ് ജലദോഷം ഇപ്പൊ ഇവിടുന്ന് മാറ്റി പോവാം. അപ്പൊ നമുക്കിത് ഈ ചട്ടി ഇവിടെ വെക്കാം. ഇനി ഇത് കത്തിക്കാൻ നിങ്ങൾക്ക് തീപ്പെട്ടി വേണം, മണ്ണെണ്ണ വേണം, ഗ്യാസ് ലൈറ്റർ വേണം, തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഉപകരണം വേണം അല്ലേ. ഇത് കണ്ട എന്റെ മാജിക് എന്ന് പറഞ്ഞാൽ 3 കൂട്ടം മരുന്നുകളാ. ആദ്യമായിട്ട് അതിനകത്ത് ചട്ടിയിൽ ചേർക്കാൻ പോകുന്ന ഉൽപ്പന്നമാണ് ചൂടും കർപ്പൂരം, കട്ട കർപ്പൂരം, കർപ്പൂരം. ഈ കർപ്പൂരം ഞാൻ ഈ ചട്ടിയിലേക്ക് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ അത് മാജിക്കും തമ്മിൽ യാതൊരു ബന്ധമൊന്നുമില്ല. മറിച്ച് തീ കത്തുപിടിക്കുമ്പോൾ തീ കെട്ടുപോകാൻ പാടില്ല, അതിനുവേണ്ടി ചേർക്കുന്ന പരിപാടിയാ. അത് മതി, ആയപ്പോ ഒരു ലേശം പൊടിക്ക് മതി. അത് മതി. അതാ ഈ കർപ്പൂരത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയാണ് മാജിക്കിന്റെ രണ്ടാമത്തെ ഘട്ടം. രണ്ടാമതായിട്ട് ഞാൻ ഈ ചട്ടിയിലേക്ക് ചേർക്കാൻ പോകുന്ന ലേശം കരിഞ്ചീരകം പൊടിച്ചൊന്ന് മണത്ത് നോക്കി. കരിഞ്ചീരകം തന്നെ ആണോ എന്നറിയണ്ടേ? ആണ്, ഒന്ന് മണത്ത് നോക്കി. ഇഷ്ടം നോക്കി, കരിഞ്ചീരകം തന്നെയല്ലേ. ഈ കരിഞ്ചീരകം പൊടിച്ച് ഒരു ലേശം ഞാൻ ഈ ചട്ടി ചേർക്കാം. മാജിക്കിന്റെ രണ്ടാമത്തെ ഘട്ടം. ഇത് മാജിക്കിന്റെ തമ്മിൽ ഇതാണ് മാജിക്കിന്റെ മെയിൻ ഘട്ടം. ഇനി സാധാരണഗതിയിൽ നിങ്ങൾക്കെല്ലാം തീ കത്തിക്കാൻ തീപ്പെട്ടി വേണം, മണ്ണെണ്ണ വേണം, ഗ്യാസ് ലൈറ്റർ വേണം, തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം, എന്തെങ്കിലും ഒരു ഉപകരണം വേണമല്ലേ. എന്നാൽ ഞാനിത് കത്തിക്കുമ്പോൾ എന്റെ തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ എടുത്ത് നേരൊക്കെ പൊന്തിച്ചു പിടിക്കാം. എന്റെ തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇതെന്റെ തീപ്പെട്ടി. ഇതിന്റെ ചില ആൾക്കാർ ഒരു കെമിക്കലാണ്, ആസിഡ് മിക്സ് ആണ്, ആസിഡ് പവർ ആണ്, ഗ്ലിസറിൻ ആണ്, ഇങ്ങനെ പല പേരും പല രീതിയിലും പറഞ്ഞേക്കാം. എന്നാലും ഇപ്പൊ നമുക്ക് ഇത് ആസിഡ് കെമിക്കൽ എന്തെങ്കിലും ആണെങ്കിലോ ഇത് നമുക്ക് കുടിക്കാൻ പറ്റൂ. കെമിക്കൽ ആണെങ്കിൽ എന്റെ കാര്യം സ്വാഹ. അപ്പൊ ഞാൻ കൈ കാണിക്കാൻ നിങ്ങളൊന്ന് കൈ കാണിച്ച് രസമുണ്ടോന്ന് അറിയാനാ, വേറെ ഒന്നിനല്ല. കുടിച്ചു, നല്ല രസമുണ്ടോ? അതെ കഴിഞ്ഞു. അങ്ങനെ അസ്രായേൽ വന്ന് എനിക്കത് കൂട്ടുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, എനിക്കൊരു കമ്പനി വേണ്ടേ. തേനാണ്, വേറെ ഒന്നല്ല. ചെറുതായി കൂടെ വേറെ മരുന്നും കൂടി ആടാണ്, അതുകൊണ്ടാ. അപ്പൊ ഒരു 3 തുള്ളി തേനും ഞാൻ ഈ ചട്ടിയിൽ ഒഴിക്കാം. എന്താ സംഭവിക്കാന്ന് നോക്കാം. ലോകത്തിൽ 12 ജില്ല കത്തുപിടിപ്പിക്കുന്ന 2 വ്യക്തികൾ, ഒരാൾ മരിച്ചു, പിന്നെ ആകെ ഞാൻ മാത്രമാണ്. മതി. എന്നാ കണ്ടു, റെഡിയല്ലേ? ആയാതമായാതമപേക്ഷണീയം ഗതം സർവമുപേക്ഷണീയം അലങ്കൃത മോചന കാവ്യ അലംഘനീയ കമലാസനാജ്ഞര. ഈ മന്ത്രം ചൊല്ലിയാൽ മതി, നിങ്ങൾക്കും കത്തിക്കാം. അപ്പൊ എന്ത് വേണം നമുക്ക്? ആദ്യമായിട്ട് ഇനി എന്ത് കാണിക്കാം? അടുത്ത വാചിക്ക് ഞാൻ പറഞ്ഞത് തിളച്ച് മറിയുന്ന എണ്ണയെ കൊണ്ട് കൈ നോക്കാൻ കൈ പൊള്ളൂലാണ് പറഞ്ഞില്ലേ. ആ തിളച്ച് മറിയുന്നത് തിളക്കുന്ന എണ്ണയാണ്. ഇത് ദേവതാരം എന്ന് പറഞ്ഞാല് ദേവന്മാർക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഔഷധമാണ് ദേവതാരം. ഈ ദേവതാരത്തിൽ എല്ലാ മരുന്ന് തൈലങ്ങളുണ്ടോ ആ തൈലത്തിലൊക്കെ ദേവതാരം ഒന്നുകിൽ മരം പൊടിച്ചിട്ട് തന്നെ ചേർക്കും, അതല്ലെങ്കിൽ ഇത് കത്തിച്ചതിന്റെ എണ്ണയും കെടുത്ത് ചേർക്കും. അങ്ങനെ പല രീതിയിൽ പല ആൾക്കാരും പല രീതിയിലാണ് തൈലം ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ ചേർക്കുന്നതിന് കാരണം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ചേർത്താണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് തിളക്കുന്ന മരമാണ്, അത് കാണിച്ചതാ. ഇത് തിളച്ച് മറിയുന്ന മരമാണ്. ആ മരത്തിൽ വരുന്ന എണ്ണ ഉണ്ടാവും. ആ എണ്ണ നമ്മുടെ കൈകൊണ്ട് മുക്കിയെടുത്താൽ സാധാരണ ഈ എണ്ണ കൈകൊണ്ട് എണ്ണ വരുന്നില്ലേ, ഈ എണ്ണ നമ്മുടെ കൈകൊണ്ട് മുക്കിയ കൈ എന്തായാലും പൊള്ളൂല്ലേ. ഒന്ന് നല്ലപോലെ ഒന്ന് കത്തി പിടിച്ചോട്ടെ, നല്ലതുപോലെ ഒന്ന് കത്തി വരട്ടെ. എന്നിട്ടോ ഒരൊറ്റ പ്രാവശ്യം ഈ മുമ്പിൽ നിൽക്കുന്ന ആർക്കൊക്കെ മൂക്കടപ്പ് ജലദോഷം ഉണ്ടാവും, താൽക്കാലികമായ ആശ്വാസമല്ല, എന്നേക്കുമായിട്ട് ആ മൂക്കടപ്പിനായി ഇപ്പൊ ഇവിടെ നിന്ന് മാറ്റിപ്പോവാം. മൂക്കടപ്പെങ്ങാനും മാറിയിട്ടില്ലേ, നിങ്ങൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം ഞാൻ അങ്ങോട്ട് തരാം. മൂക്കടപ്പ് മാറ്റിയെടുക്കാനോ 10 പൈസ നിങ്ങൾ ചെലവഴിക്കണം, എന്റെ വക ഫ്രീ. അപ്പൊ നീ തിളക്കുന്ന മരം ശരിക്കും ഒന്ന് കാണാം നമുക്ക്. ഇതാ നേരത്തെ പറഞ്ഞത്, കാണാത്ത കാഴ്ചകളൊക്കെയും കാണേണ്ടതാ, കാണുന്ന മാത്രയിലോട്ടവും തുടങ്ങേണ്ടതാ. തിളച്ചു വരുന്നുണ്ടോ? ഈ എണ്ണ ഇങ്ങനെ മുക്കിയെടുക്കാം കേട്ടോ. ഒന്ന് കൈ കാണിച്ച്, ഇവിടെ കാണിക്കും. പൊള്ളുന്നുണ്ടോ? അത് നിങ്ങളുടെ കയ്യിലാവൂലോ, ഇത് കിട്ടുന്നുണ്ടോ നോക്ക്. ഇല്ലല്ലോ. അപ്പൊ എന്റെ കൈ കൊള്ളണ്ടേ? നോക്ക, പൊള്ളുന്നുണ്ടോ? നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഇതാ. ആടാ
എന്താ തിളക്കണത്? ആ ചൂടൊക്കെ ഉണ്ടാവും, ചെറിയ ചൂടൊക്കെ ഉണ്ടാവും. തീ നോക്കി എടുക്കുന്ന നോക്ക്, പൊള്ളുന്നുണ്ടോ? അത് നിങ്ങളുടെ കയ്യിലാവൂല. എന്റെ ഇങ്ങനെ ഒട്ടുപിടി ഫെവിക്കോൾ ഒട്ടുപിടിക്കുന്ന പോലെ കയ്യിൽ ഒട്ടുപിടിക്കുന്നോ? പൊള്ളുന്നുണ്ടോ? അലർജി മാറ്റാനതാ. അലർജിക്ക് ഏറ്റവും നല്ല സാധനം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാ മോനെ അലർജി രോഗത്തിന് ഒരു 10-12 ദിവസം ഞാൻ അറക്കണം. ആ ഒരു ഇതേപോലെ ഒരു 3-4 തുള്ളി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് തേക്കുക. പേടിക്കണ്ട, കഫക്കെട്ടും പോവും, അലർജിയും മാറും. ആ ഇനി നന്നായിട്ടൊന്ന് വലിച്ച് കണ്ട അമ്മയെക്കൂട്ട് നോക്കിയാൽ 4 നക്ഷത്രം നിന്ന് കറങ്ങണം കാണാം. അത്ര ഉള്ളു. കണ്ട മെല്ലെ ഇങ്ങനെ 12 ദിവസം മുടങ്ങാതെ വലിച്ചു കഴിഞ്ഞാൽ അലർജി രോഗം പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാം. ഒന്ന് കളിച്ചു. തൈലമല്ല, ഇത് 32 കൂട്ടം പച്ചമരുന്ന്. നമ്മുടെ മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചില ആളുകൾക്ക് കാലൊന്നും മടക്കാൻ പറ്റൂല, കാലൊന്നും മടക്കി നിവർത്താൻ പറ്റൂല, കാലിന്റെ മുട്ടിൽ അസഹ്യമായ വേദന. വീട്ടിൽ കടന്നു പേര് ഇതേപോലെ മുട്ട് മടക്കി ഇരുത്തി പറഞ്ഞേക്കാൻ പൈസ മുടക്കണ്ട. കൈ പൊന്തിക്കാൻ പോലും പറ്റൂല, ഷോൾഡർ വേദന. കഴുത്ത് തിരിക്കാൻ പറ്റൂല, പെടലിക്ക് വേദന. തട്ടിഞ്ഞാർക്ക് വേദനക്കാരും 4-5 വേദനക്കാരും വേണം. മടക്കാൻ പറ്റാതെ കാലിന്റെ മുട്ടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവര് ഇതേപോലെ അകവും പുറവും കൂടി. എന്ത് സംശയത്തിനും വിളിക്കുക, അതിനകത്ത് നോട്ടീസ് ഉണ്ടാവും. ഏത് വേദനയ്ക്ക് നമുക്ക് മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഒരു കാലിന്റെ മുട്ടുവേദന പറഞ്ഞിട്ടുണ്ടോ, ഒരു കൈമുട്ട് വേദന പറഞ്ഞിട്ടുണ്ടോ, അവർക്കെല്ലാം ഒരു ഷോളർ വേദന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം സ്നേഹ സമ്മാനമായി കൊടുക്കാൻ പറ്റിയ ഒരു ഔഷധക്കൂട്ട ദേവദാര കുഴമ്പ്. അതുകൊണ്ട് ആ പുരാണം തന്നെ പറയുന്നത് ദേവദാരു ഘടനസ്റ്റു വാദരോഗ ശിരോരോഗ ദന്തരോഗ വിനാശക എന്ന് പുരാണം പ്രതിപാദിക്കുന്ന ഔഷധങ്ങളിൽ വെച്ച് ഔഷധങ്ങളുടെ രാജാവായ ദേവദാരവും അതിന്റെ കൂട്ടത്തിൽ 32 കൂട്ടം പച്ചമരുന്നുകളും ചേർത്ത് തയ്യാർ ചെയ്യപ്പെടുന്ന ഏറ്റവും നല്ല ഒരു ഔഷധക്കൂട്ട ദേവദാര കുഴമ്പ്. ഇതെന്ത് വെച്ചോട്ടെ, ഷോളർ വേദന കുടിക്കണം. മരുന്നിന്റെ വില 100 ഉറുപ്പയുള്ളൂ. 100 ഉറുപ്പ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ തന്നെയാ. എന്തൊക്കെയാ? 1,12,237 കിലോമീറ്റർ നീളം വരുന്ന വെയിൻസ് രക്തക്കോയിലും 4,444 നാഡീഞരമ്പുകളും 360 ജോയിന്റുകളും 206 അസ്ഥികളും 107 മർമ്മങ്ങളും 33 കശേരുക്കളാൽ നിർമ്മിതമായ ബാക്ക് ബോൺ നട്ടലും 900 പേര് വരുന്ന ലിഗ്മെന്റുകളും 3.5 കോടി 3.5 കോടിയിലധികം വരുന്ന രോമകൂപങ്ങളും 12 അടങ്ങുന്ന മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ. ആ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നീര് നേർക്കട്ട വേദനയുണ്ടോ, അത് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലതാ. അതാ പറയുന്നത്, കാൽമുട്ട് വേദന വന്നു പോയാൽ പിന്നെ നടക്കാനിരിക്കാനൊക്കുകില്ല പൊന്നെ. എന്താ ചെയ്യുന്നത്? ഇതേപോലെ കഫക്കെട്ട് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇത് ശരിക്കും മാജിക് തന്നെയാണല്ലേ. അല്ല, ഒരു അടിപൊളി മാജിക് വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും കാണാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഈ കർപ്പൂരവും എന്താ ജീരകത്തിന്റെ പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ കത്തി പിടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതമാണല്ലേ. എന്നിട്ട് അതിൽ നിന്നൊരു എണ്ണ വരുന്നു, ആ എണ്ണ കൈകൊണ്ട് തൊടുന്നു, ചൂടുള്ള എണ്ണ തൊടുമ്പോൾ പൊള്ളുന്നില്ല. ആ എണ്ണ മേത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ വേദനയൊക്കെ മാറുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സംഭവം ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇതായിട്ട് വന്നത്. അപ്പൊ ഈ വ്യക്തിനെ കാണുന്നവർ എന്തായാലും കമന്റ് ചെയ്യുക, കണ്ടിട്ടുള്ളവരും കമന്റ് ചെയ്യുക.